ആ ദിവസം ഇതാ എത്തിയിരിക്കുകയാണ്. ഫൈദാഹും മിനൽ അജ്ദാതി ഇലാ റബ്ബിഹിം യൻസിലൂൻ. എല്ലാ ജഡങ്ങളെയും മൃതശരീരങ്ങളെയും മനുഷ്യരെയും അള്ളാന്റെ കോടതിയിലേക്ക് ഇതാ കൊണ്ടുപോവുകയാ. അവിടെ ജനസാഗരമാണ്. അവിടെ തന്റെ തലയ്ക്ക് മേലെ സൂര്യൻ ഗർജിച്ച് നിൽക്കുകയാണ്. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഉടുവസ്ത്രമില്ലാതെ എങ്ങനെയാണോ പുറത്തേക്ക് വന്നത്, അതേപോലെ വിവസ്ത്രരായിട്ടും നഗ്നപാതുകരായിട്ടാണ് ആ മഹ്ശറ വൻസഭയിലേക്ക് പോവുക. ആ മഹ്ശറ വൻസഭയിലെ വർഷങ്ങളോളം നിങ്ങൾ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കേണ്ടവരാണ്. അവിടേക്കാണ് നരകം കെട്ടി വലിച്ചു കൊണ്ടുവരപ്പെടുന്നത്. അങ്ങനെ നീ കാണുകയാണ്, നരകത്തിന്റെ ഭീകരമായ രംഗം കാണുകയാണ്. ആ നരകത്തെ നീ ക്ഷണിച്ചു വരുത്തുകയാണ്. ആ നരകം നിന്നെ ക്ഷണിക്കുകയാണ്. ആ വിളി കേൾക്കുമ്പോ റബ്ബിനോട് നീ വിളിച്ചു പറയുകയാണ്, യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. അല്ലാഹുവേ, എനിക്ക് കഞ്ചാവ് വാങ്ങി തന്ന, എനിക്ക് മദ്യം വാങ്ങി തന്ന, എന്നെ നാടിനെ അപമാനിപ്പിച്ച എന്റെ കൂട്ടുകാരനുമായി, ഇന്ന വ്യക്തിയുമായി ഞാൻ ബന്ധം സ്ഥാപിക്കാതിരുന്നെങ്കിൽ, അല്ലാഹുവേ, എന്റെ യുവത്വത്തെ ഞാൻ മദ്യത്തിന് വേണ്ടി കച്ചവടച്ചരക്കാക്കി മാറ്റാതിരുന്നെങ്കിൽ, അല്ലാഹുവേ, നിന്റെ പള്ളിയുടെ തിരുമുറ്റത്ത് ഞാൻ കിടന്നിട്ട് ആ മസ്ജിദിലേക്ക് വരാതെ, ആ ബാങ്കിന് ഇഖാമത്തിന് ഉത്തരം നൽകാതെ, സിനിമ കാണാനും കളിക്കാനും ചിരിക്കാനും ഉല്ലസിക്കാനും എന്റെ ചെറുപ്പത്തെ യുവത്വത്തെ ഞാൻ പാഴാക്കിയിരുന്നല്ലോ. ലമത്തഖിദു ഫുലാനൻ ഖലീലാ. എന്നെ പിഴപ്പിച്ച എന്റെ നാട്ടിലെ അഹങ്കാരികളായ ചെറുപ്പക്കാരുമായി ഞാൻ സഹവാസം ഉണ്ടാക്കാതിരുന്നെങ്കിൽ എത്രയോ നല്ലതാകുമായിരുന്നു. യാ ലൈതനീ കുന്തു തുറാബാ. അല്ലാഹുവേ, എന്നെ നീ മണ്ണാക്കി മാറ്റണേ. ഞാൻ മണ്ണാങ്കട്ടയായി മാറിയിരുന്നെങ്കിൽ. നാളെ മനുഷ്യൻ നരകത്തിന്റെ വിളിയാളം കാണുമ്പോ വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അത് വേണ്ടായിരുന്നു, ഇത് വേണ്ടായിരുന്നു, അവിടെ പോകണ്ടായിരുന്നു, അവനുമായിട്ട് ബന്ധം സ്ഥാപിക്കാതിരുന്നാൽ മതിയായിരുന്നു. അവിടെ ആലോചിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അവൻ പറയും, ഒരിക്കൽ കൂടി ഒരു ചാൻസ്. യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. ഒന്നുകൂടെ ജീവിക്കാൻ ഒരു അവസരം നൽകിയിരുന്നെങ്കിൽ. അല്ലാ, ഇതെന്തായി വരുന്നത്? എന്താ ഈ ചെറിയ ചൂട് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല, ഈ ഉരുൾപൊട്ടൽ സഹിക്കാൻ കഴിയുന്നില്ല, ഈ ഡാം ഇരുന്നിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പൊ നാളെ നരകത്തെ നമ്മുടെ മുന്നിലേക്ക് കെട്ടിവലിച്ചു കൊണ്ടുവരുമ്പോ അതിന്റെ ക്ഷൗരം, അതിന്റെ ഗാംഭീര്യം, അതിന്റെ പ്രകമ്പനം നമ്മെ ആകെ വല്ലാണ്ട് വേദനിപ്പിക്കും, പേടിപ്പിക്കും അത്രേ. അപ്പോഴാണ് ഇവന്റെ വിളിച്ചു കൂവൊക്കെ, പഠിച്ചവനെ, യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. എന്നെ എന്റെ ജീവിതത്തിലേക്ക് മടക്കണേ അല്ലാ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അവന്റെ കഴിഞ്ഞ ഭൂതകാല ജീവിതത്തിൽ അവൻ ചെയ്ത എല്ലാ തെമ്മാടിത്തരങ്ങളെയും ആ നരകത്തിന്റെ മുന്നിൽ വെച്ച് അവൻ ഓർക്കുമത്രേ. ഫായിദയില്ല. അല്ലാഹ് പറയാണ്, ഇനി ഇവിടെ അതിനെ കുറിച്ച് ചർച്ചയില്ല. മിണ്ടരുത്. നിന്ദ്യനായി നികൃഷ്ടനായി നരകത്തിൽ കിടന്നോ. നഊദു ബില്ലാഹ്. അല്ലാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചെറുപ്പമേ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തിയിട്ട് നാളെ റബ്ബിന്റെ മുന്നിൽപ്പെട്ട് വിലപിച്ചിട്ട് കാര്യമില്ല. നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ നാവിൽ നിന്നല്ല, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, മാപ്പാക്കണം എന്ന് പറയാനൊരു അവസരം കിട്ടിയാൽ നീ ഭാഗ്യവാൻ. അതല്ല, ഈ ഒരു അവസരം നഷ്ടപ്പെട്ട് പൊടുന്നനെ നീ മരണത്തിനെയാണ് വരവേൽക്കുന്നതെങ്കിൽ നഊദു ബില്ലാഹ്, അള്ളാന്റെ കോടതിയിൽ നിനക്ക് മാപ്പുണ്ടാവുകയില്ല. ഒരു പക്ഷേ അവൻ പൊരുത്തപ്പെട്ടു തരാം, ഒരു പക്ഷേ അവൻ ശിക്ഷിക്കാം. അതൊക്കെ അവന്റെ തീരുമാനങ്ങളാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും നാം മരിച്ചു പോകുന്നവരാണ്. നമ്മുടെ മയ്യത്ത് ഈ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുമ്പോ ആ ഖബർ നമ്മളെ കണ്ട് സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി വിളിക്കണം. കടന്നു വന്നാലും നിനക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു മയ്യത്തായി മാറണം. ആ മയ്യത്ത് നമസ്കാരമുള്ള മയ്യത്തിനെ കിട്ടുള്ളൂ. അല്ലാഹ് ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ.
അതാണ് ഹുഖൂഖുള്ള, അല്ലാഹുമായുള്ള ബന്ധം. ആ ബന്ധം നിലനിർത്തിക്കോ. ഹുഖൂഖുൽ ഇബാദി ഫിൽ മുആശറ, രണ്ടാമതായി കുടുംബക്കാരുമായുള്ള ബന്ധം നമ്മൾ നിലനിർത്തണേ. നിസ്കാരം കൊണ്ട് മാത്രം രക്ഷപ്പെടൂല കേട്ടോ. അതോടെ അടുത്ത ഹദീസുകൾ നല്ലപോലെ കേൾക്കണം കേട്ടോ. നമസ്കരിച്ച്, നോമ്പ് പിടിച്ച്, സക്കാത്ത് കൊടുത്ത്, ഹജ്ജ് ചെയ്ത് ഒക്കെ റെഡി, എല്ലാ ഭാഗം. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്ത് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്ത ആളാണ്. പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട്. എന്താ? തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളുമായി, നാട്ടുകാരുമായി, അയൽവക്കക്കാരുമായി സഹവാസമില്ല, മിണ്ടൂല, സംസാരിക്കൂല. ബന്ധനം. ആ ബന്ധം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് എന്താ ശിക്ഷ? അവർക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുമോ? ഹജ്ജ് ചെയ്ത ആളാണ്, 100 ഉംറ ചെയ്തു, 10 ഹജ്ജ് ചെയ്തു, 1000 ലോഡ് കണക്കിന് അരിയും ഗോതമ്പും ഒക്കെ റമദാൻ മാസത്തിൽ കൊടുക്കുന്നുണ്ട്, പള്ളി വെച്ചു കൊടുത്തു, ഉംറയ്ക്ക് 10 പേരെ വിടുന്നുണ്ട്, സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ കുടുംബത്തിലുള്ള വ്യക്തികളുമായുള്ള ബന്ധനത്തിലാണ്. ആ ബന്ധം നിലനിർത്തുന്നില്ല. മിണ്ടാതിരുന്നിട്ട് ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി. അവരുടെ അവസ്ഥ എന്താണ്? അതാണ് നമ്മുടെ വിഷയം. എടുത്തത് നല്ലപോലെ ശ്രദ്ധിച്ചോളി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. വാശിയും വൈരാഗ്യമൊന്നും ഇവിടെ ഇല്ല. നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, നമുക്കിവിടെ വാശിയൊന്നുമില്ല. ആരോട് വാശി? കൈക്കൊരു ചെറിയ വേദന വന്നാൽ കൈ പൊക്കണമെങ്കിൽ പെണ്ണുമ്പിള്ള വരണം, ഭാര്യ വരണം, പൊക്കിത്താടി എടിയെ പൊങ്ങുന്നില്ലടി എന്ന് പറയും. നമുക്ക് ചെറിയൊരു വേദന വന്നാൽ അടുത്ത അയൽവക്കക്കാരനെ വിളിക്കണം, എടാ പെട്ടെന്ന് ഓട്ടോറിക്ഷ എടുത്തിട്ട് വന്ന് എനിക്കൊരു ചെറിയ വേദന. നടന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ചെറിയൊരു തളർച്ച വന്നു, അങ്ങനെ വീണു, അടുത്ത നാട്ടുകാർ വേണം ഇവനെ കൊണ്ടുപോകാൻ, പൊക്കിക്കൊണ്ടുപോകാൻ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അല്ലേ? ഇത്രയും വലിയ കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? അതല്ലേ മനുഷ്യന്റെ അവസ്ഥ? അതല്ലേ മനുഷ്യന്റെ അവസ്ഥ പറഞ്ഞതാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന തളർച്ചയിൽ നിന്നും, കുഴഞ്ഞു വീഴുന്നതിൽ നിന്നും, സ്ട്രോക്കിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ മാസത്തിന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. മനുഷ്യന്റെ അവസ്ഥ അതാണ്. എത്ര പെട്ടെന്ന് എന്താ സംഭവിക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് കാവൽ തേടണം. പെട്ടെന്നുള്ള മരണം, പെട്ടെന്ന് പൊടുന്നനെ സംഭവിക്കുന്ന മരണം, അള്ളാഹു നമ്മളെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു രോഗം വന്നാൽ, പെട്ടെന്നൊരു രോഗം വന്നാൽ, മാരകമായ രോഗം, പെട്ടെന്ന് ചിലപ്പോൾ ചെറിയൊരു തലവേദന ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പനിയായിരിക്കും. കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ പറയും, നേരെ തിരുവനന്തപുരത്ത് വിട്ടോ, ചെറിയ സംശയം ഉണ്ടെന്ന്. നഊദു ബില്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു ചെറിയൊരു രോഗം, ആ രോഗം അവിടെ ചെന്നപ്പോൾ വലിയ രോഗമായി മാറി, അത് ട്യൂമറായി മാറി, അത് ക്യാൻസറായി മാറി, അത് മാരകമായ ഒരു രോഗമായി മാറി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യ, ഞാനും നിങ്ങൾ എത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് ബലഹീനനായിട്ടാണ്. ഖുലഖൽ ഇൻസാനു ലഈഫാ, മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചത് അങ്ങനെ. ബലഹീനനാണ് അവൻ. കുറച്ച് പണം കിട്ടിയവർ അഹങ്കരിക്കാൻ പറ്റൂല, പണത്തിന്റെയും പ്രതാപത്തിന്റെയും പേരിൽ. എന്നാ ഞാൻ ചോദിച്ചോട്ടെ ഹബീബേ, മനുഷ്യൻ ബലഹീനനല്ല എങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ രാഷ്ട്രപതി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ വലിയ നേതാവ്, ഇവരുടെയൊക്കെ കൂട്ടത്തിൽ എത്ര പേരാ തോക്കും പിടിച്ചോണ്ടിരിക്കുന്നു? ഇല്ലേ? 10, 20, 15, 30 പേരൊക്കെ അടച്ചവനെ. രാഹുൽ ഗാന്ധി പോയാലും, പ്രിയങ്ക ഗാന്ധി പോയാലും, മോഡി പോയാലും, ആരെല്ലാം പോയാലും, ഇപ്പുറത്ത് 10 ബ്ലാക്ക് ക്യാറ്റ്, ഇപ്പുറത്ത് 10 ബ്ലാക്ക് ക്യാറ്റ്, ഫ്രണ്ടിൽ 10, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിട്ട് എന്താ അതിന്റെ ആവശ്യം? മനുഷ്യൻ ബലഹീനനാണ്. ചിലപ്പോൾ എവനെങ്കിലും ഒരു തോണ്ടിയാൽ തീർന്നു പോന്നി, അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ ബലഹീനനാണ്. അവന്റെ സംരക്ഷണത്തിനാണ് മറ്റുള്ള ആളുകൾ. മനുഷ്യൻ ബലഹീനനാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. മനുഷ്യൻ ബലഹീനനാണ്. വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർദ്, ഭൂമിയിൽ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. മനുഷ്യ, നീ അശക്തനാണ്, നീ ബലഹീനനാണ്. അല്ലാഹു പറയുന്ന വാക്കാണ്, ശരി തന്നെയാണ്. നമുക്കൊന്നുമില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഈ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്? ആരോടാ? നാളെ മരിച്ചു പോകുന്ന ഞാനും നിങ്ങളും ആരോടാ ഈ വൈരാഗ്യം? ബന്ധം നിലനിർത്തും. 1-2 ഹദീസുകൾ കേൾക്കണേ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ശഅബാനിന്റെ മാസമാണ്. ഈ ശഅബാനിന്റെ മാസത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് അല്ലാഹു നബി തങ്ങളോട് പറഞ്ഞു. നബി തങ്ങൾ നമ്മളോട് പറയുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്.
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ആയിഷ ബീവിയോട്, യാ ആയിഷ അതാനി ജിബ്രീൽ, ജിബ്രീൽ എൻ്റെ അരികിലേക്ക് കടന്നു വരികയാ. ഫഖാല ലി, എന്നോട് ജിബ്രീൽ പറയുകയാണ്, യാ മുഹമ്മദ് നബിയേ, ആദിഹി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഈ ദിവസം എന്ന് പറയുന്നത് ശഅബാനിന്റെ പകുതി കഴിഞ്ഞുള്ള രാവുകളാണ്. ശഅബാനിന്റെ 15 കഴിഞ്ഞുള്ള രാവുകളാ. ഇനിയുള്ള പകലുകൾ സജീവമാക്കേണ്ടതുണ്ട് നബിയേ. വലില്ലാഹി ഉതഖാഉ മിനന്നാർ, ഈ ശഅബാനിന്റെ രാവ് മുതൽ അല്ലാഹു നരകത്തിൽ നിന്ന് കുറെ ആളുകളെ മോചിപ്പിക്കുമത്രേ. ബിഅദദി ശഗീരി ഗനമി കൽബിൻ, കൽബ് ഗോത്രക്കാരുടെ കൽബെന്ന് പറയുന്ന ഏറ്റവും വലിയ ആട്ടിൻപറ്റങ്ങളുള്ള ഒരു ഗോത്രക്കാരാണ് അറേബ്യൻ നാടിൽ കിലാബ്, കൽബ് എന്ന് പറയുന്ന ഗോത്രവംശം. ആ ഗോത്രക്കാർക്കുള്ള ആടുകളുടെ രോമങ്ങൾക്ക് സമാനമായി നരകത്തിന്റെ അവകാശികളെ അള്ളാഹു മോചിപ്പിക്കാമെന്ന് പറഞ്ഞ രാവുകളാണ് ശഅബാനിന്റെ 15 കഴിഞ്ഞുള്ള രാവ്. ഈ രാവുകൾ അപ്പൊ നമ്മളൊക്കെ ഇരിക്കുന്ന ഈ രാവൊക്കെ ശഅബാനിന്റെ 15 കഴിഞ്ഞുള്ള രാവുകളാണ്. ഈ സമയത്തൊക്കെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കാന്ന് അല്ലാഹു ഓഫർ ചെയ്തു. ഓഫർ അല്ലാഹുവിന്റെ ഓഫറാണ്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ലാ യൻദുറുല്ലാഹു ഇലാ മുശ്രികിൻ വലാ ഇലാ മുശാഹിനിൻ വലാ ഇലാ ഖാതിഇ റഹിമിൻ വലാ ഇലാ ആഖിഉൻ ലിവാലിദൈഹി വലാ ഇലാ മുദ്മിനിൽ ഖംർ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ, അല്ലാഹു ഈ പാതിരാ സമയത്ത് ഒരുപാട് പേരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. പക്ഷേ ചില ആളുകളെ അല്ലാഹു മോചിപ്പിക്കുകയില്ല. ചില ആളുകളെ 5 കൂട്ടരെ അല്ലാഹു തആല മോചിപ്പിക്കുകയില്ല. ഇത് അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ വന്ന് പറഞ്ഞതാണ്. അല്ലാഹ് പറഞ്ഞു, ജിബ്രീലിനോട് കൊടുത്തു. ജിബ്രീൽ നബി തങ്ങളോട് പറഞ്ഞു, നബി തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, നമ്മളോട് പറഞ്ഞു. റവാഹുൽ ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്താ പറഞ്ഞത്? ഈ ദിവസങ്ങളിൽ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഉറപ്പ് പറഞ്ഞു. പക്ഷെ ചില ആളുകളെ അല്ലാഹു മോചിപ്പിക്കൂല. ലാ യൻദുറുല്ലാഹു ഇലാ മുശ്രികിൻ, ശിർക്ക് വെക്കുന്നവർക്ക്, അള്ളാഹ്ക്ക് എതിര് വെക്കുന്നവരെ അള്ളാഹു നോക്കുകയില്ല. അള്ളാഹ്ക്ക് എതിര് വെക്കുന്നവരെ അള്ളാഹു നോക്കുകയില്ല, ഒരു കാരണവശാലും ഇല്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സ നമ്മുടെ ഈമാൻ അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെയൊക്കെ സഹോദരങ്ങളൊക്കെ ചെറുക്ക് വെക്കാൻ വേണ്ടിയൊക്കെ ചിലയിടത്തൊക്കെ പോകും. ഈ മന്ത്രം നടത്താനൊക്കെ, കുന്തറ നടത്താനും മറ്റേ പൊട്ടിക്കാനും മറ്റേ പൂജ വെക്കാനും മറ്റേ ഹോമം നടത്താനൊക്കെ പോകും. ഓർത്തോ, ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പോയി ചെറുക്കാതെ കുഫറിലേക്ക് പോകുന്ന പോക്കാണത്. എൻ്റെ മൂന്നാർ ഒരു ഖബറുണ്ട്, അവിടേക്ക് പോകുന്ന കാണാം കുറേ പെണ്ണുങ്ങളെല്ലാം കൂടെ. അതിലേക്കൂടെ ഇങ്ങനെ പോയപ്പോൾ അവിടെ ഞാനൊന്ന് സിയാറത്ത് ചെയ്യാവുന്നില്ലോ എന്ന് കരുതി പോയത്. അള്ളാഹ് അവിടെ കണ്ട സിയാറത്തും ചെയ്യാൻ തോന്നുന്നു, സലാമും പറയില്ല. ആരാന്ന് ആർക്കറിയാം. നമ്മുടെ ഈ കൗമുകളൊക്കെ പോയിട്ട് ഓരോടത്തൊക്കെ പോയി വീഴുന്ന കിടന്ന് കറക്കവും അതിൻ്റെ പുറകെ പുറത്ത് ബോംബിടലും അവിടെ കൊണ്ടുപോയിട്ട് എന്തൊക്കെ ഉണ്ടാക്കലും തീക്കാത്ത എന്തൊക്കെ ബലാമുസീബത്തുകൾ സഹോദരിമാർ എല്ലാത്തിനും അതിൻ്റെ ഫ്രണ്ടിലുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പൊന്നു പെങ്ങളെ മക്കളില്ലാന്നും പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി തൊട്ടി കെട്ടിയാലൊന്നും മക്കളെ ഒന്നും അത് തരൂല. ഓർത്തോളി, ഒരു ആലിൻ്റെ ചോട്ടിൽ ഒരു 10,000-15,000 തൊട്ടിലുണ്ട്. എന്താ സംഭവം ഒരാളോട് ചോദിച്ചു പറയാ, ഇത് മക്കളെ കിട്ടാത്തതിന് അവിടെ കൊണ്ടുപോയി കെട്ടിക്കൊടുക്കാണ്, മക്കളെ കിട്ടും. നമ്മളിതൊക്കെ ശ്രദ്ധിക്കണം. പടച്ചോൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ അതൊരു കാരണമായിത്തീരും. ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ അതൊരു കാരണമായിത്തീരും. നമ്മുടെ രോഗത്തിനും നമ്മുടെ കുടുംബത്തിലെ പ്രശ്നത്തിനൊക്കെ പരിഹാരമുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യാത്തതിന് ഇപ്പം അള്ളാഹ് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളതിന് ആവശ്യമില്ലാത്തടത്ത് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത മന്ത്രവും കുന്തറൊക്കെ നടത്തിയിട്ട് കാര്യമുണ്ടോ? ഹലാലായ നിലയിലുള്ള മാർഗ്ഗമുണ്ട്. അതിനുള്ള പരിശുദ്ധ ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ള മാന്യമായ നിലയിലുള്ള ചികിത്സാ രീതികളുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത നിലയിൽ, ശിർക്കുണ്ടാകാത്ത നിലയിലുള്ള ചികിത്സാ രീതികളുണ്ട്. അത് നിങ്ങൾ അവലംബിക്കണം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതല്ലാതെ ഞാൻ ഈ പോകുന്ന ശിർക്കിലേക്കായി പോകുമ്പോൾ പടച്ചോരുന്ന ഒരു പേടി പോലും ഇല്ല.
പേടി പോലുമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകരുത്. ഖബർ വെറുതെ വിടുകയില്ല. മുശ്രിക്കീങ്ങളെ അള്ളാഹു ഒരു കാരണവശാലും നരകത്തിൽ നിന്ന് അള്ളാഹു തആല മോചിപ്പിക്കുകയില്ല. രണ്ടാമത് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലാ ഇലാഹ മുശാഹിനിൻ. വഴക്കാളികൾ, വഴക്കടിച്ച് നടക്കുന്ന രണ്ട് കൂട്ടര്, അവര് വഴക്കടിച്ചിട്ട് വർഷങ്ങളായി, മാസങ്ങളായി, ഇന്നും ഓരോ മിണ്ടിയിട്ടില്ല. ഈ രണ്ട് കൂട്ടരെ അല്ലാഹു തആല മോചിപ്പിക്കില്ല. ഹജ്ജ് ചെയ്തവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്, നമസ്കാരം നിലനിർത്തുന്നവരാണ്, ഖുർആൻ ഓതുന്നവരാണ്, ഉംറ ചെയ്തവരാണ്. പക്ഷേ പറഞ്ഞിട്ടെന്ത് പുണ്യമാണ്, നോമ്പെടുക്കുന്നവരാണ്. വലാ യൻളുറുല്ലാഹു ഇലാ മുശാഹിൻ. ഈ വഴക്കടിച്ച് മിണ്ടാതെ നടക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയില്ല, അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയുമില്ല. നിസ്കരിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. അടുത്തൊരു ഹദീസ് കേട്ടോളി, അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒരു ഉറപ്പ് കിട്ടും. ഈ മുശാഹിനും തൊട്ടടുത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലാ ഇലാ ഖാതിഇ റഹിം. കുടുംബ ബന്ധം മുറിച്ചു കളയുന്നവരും, കുടുംബക്കാരനെ കണ്ടാൽ മിണ്ടൂല, ജ്യേഷ്ഠനോട് മിണ്ടിയിട്ട്, മൂത്താപ്പയോട് മിണ്ടിയിട്ട്, കൊച്ചാപ്പയോട് മിണ്ടിയിട്ട്, അനുജനോട് മിണ്ടിയിട്ട്, ജ്യേഷ്ഠന്റെ മക്കളോട് മിണ്ടിയിട്ട്, അനുജന്റെ മക്കളോട് മിണ്ടിയിട്ട്, ഭാര്യയുടെ ഉപ്പയോട് മിണ്ടിയിട്ട്, ഭാര്യയുടെ ഉമ്മയോട് മിണ്ടിയിട്ട്, ഭർത്താവിന്റെ ഉപ്പയോട് ഉമ്മയോട് മിണ്ടിയിട്ട്, ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി എല്ലാ രക്തബന്ധുക്കളാണ്. ഏതോ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ ഇവരോട് മിണ്ടാതെ കഴിഞ്ഞുകൂടുകയാണ്. എന്നിട്ട് ഭയങ്കര തസ്ബീഹ്, ഈ കയ്യിൽ 500ന്റെ തസ്ബീഹ്, ഈ കയ്യിൽ 500 തസ്ബീഹ്, കിടുക്കോ കിടുക്കോ മണി, ദിക്ർ 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 വെട്ടി, കിടുക്കോ 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 കൊടുക്കാടി, ഭയങ്കര ദിക്ർ 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 ദിക്ർ, ഭയങ്കര നിസ്കാരം, തറാവീഹ് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, ളുഹാ നിസ്കാരം, അവ്വാബി നിസ്കാരം, ഇശ്റാഖ് നിസ്കാരം, നിസ്കാരത്തോടെ നിസ്കാരം, എപ്പോഴും തൗബ കൊടുത്തിനകത്ത കൈ. പക്ഷേ കുടുംബത്തിലുള്ളവർ മാമിയോട് മിണ്ടിയിട്ട് വർഷം കുറയായി, കൊച്ചാപ്പോട് മിണ്ടിയിട്ട് വർഷം കുറയായി, ഉമ്മയോട് മിണ്ടിയിട്ട് വർഷങ്ങൾ കുറയായി, ഭാര്യയുടെ ഉമ്മയോട് മിണ്ടിയിട്ട്, അമ്മോഷനോട് മിണ്ടിയിട്ട് വർഷങ്ങൾ കുറയായി. എന്നിട്ട് നമ്മുടെ ഇബാദത്തുകൾ ദിക്റുകൾ എന്തിനാണ്? ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞ് പരിശുദ്ധമായ ശരീഅത്തിൽ ഇസ്ലാമിൽ രണ്ട് കൂട്ടർ തമ്മിൽ മിണ്ടാതിരുന്നിട്ട് വർഷങ്ങളായി. വലാ ഇലാ മുശാഹിൻ, വഴക്കാളികളാണ്, വഴക്കിന്റെ പേരിലാണ്. എന്നെ കണ്ടാൽ നീ മിണ്ടൂല, നിന്നെ കണ്ടാൽ ഞാൻ മിണ്ടൂല, വർഷങ്ങളായി. എന്നാൽ എല്ലാരും ഭയങ്കര നിസ്കാരം, ഭയങ്കര ഇബാദത്ത്. വാശിയും വൈരാഗ്യം അള്ളാന്റെ മുന്നിൽ വേണ്ട. ഹദീസ് കേട്ടോ, ഞാൻ ഹദീസാ പറഞ്ഞു തരുന്നത്, ഒരു കള്ള ഹദീസും ഇല്ല, ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹദീസുകളെല്ലാം അള്ളാന്റെ റസൂൽ പറഞ്ഞ വാക്കുകളാണ്. അബൂബക്കറിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ഹദീസും ഇല്ല. വേണമെങ്കിൽ മനസ്സിലാക്കാം. എന്റെ കടമ ഇത് നിങ്ങളുടെ മുന്നിൽ എറിഞ്ഞു തരിക, ഇത് പ്രാവർത്തികമാക്കേണ്ടത്, പെറുക്കിയെടുക്കേണ്ടത് അത് നിങ്ങളുടെ കടമ. നമ്മളെ നിർബന്ധിക്കേണ്ട ബാധ്യത നമുക്കില്ല. വമൻ തവല്ലാ ഫമാ അർസൽനാക അലൈഹിം ഹഫീളാ. ഇതിൽ നിന്ന് ആര് പിന്തിരിഞ്ഞു പോകുന്നുവോ അവരുടെ സംരക്ഷകനായിട്ട് നബിയെ അങ്ങേ ഞാൻ അയച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ സ്വീകരിക്കാം. ഹദീസുകളാണ്. നമ്മൾ മുസ്ലിമുകളാണ്. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ, ഖബറിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ ഇത് കേൾക്കുക, മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? എന്താ മിണ്ടാത്ത? വേണ്ടേ? ഉറക്കം വരുന്നുണ്ടോ? നിർത്താൻ സമയമായോ? നിർത്തട്ടെ. കാപ്പിയൊന്നും കൊടുക്കുന്നില്ലേ? കാപ്പിയെല്ലാം ഉണ്ടല്ലോ അല്ലേ? കാപ്പിയൊക്കെ ഉണ്ട്. കാപ്പി എല്ലാം ഉണ്ട്. കാപ്പി കുടിക്കുന്നതിന് ഈ ഹദീസ് കേട്ടിട്ട് കാപ്പി കുടിക്കണോ വേണ്ട എന്നപ്പോൾ തോന്നും. കാപ്പിയെല്ലാം കുടിക്കണോ വേണ്ട എന്നൊക്കെ നമ്മളൊക്കെ തിന്നാനും കുടിക്കാനും ആണല്ലോ ജീവിക്കുന്നത്. നമ്മൾ ജനിച്ച അതിന് വേണ്ടിയാണ്. തീറ്റയും കൂടി തന്നെയാണ്. ജനിച്ച ഉടനെ വായിക്കാത്ത ഈത്തപ്പഴം തിരികെ തരുന്നതല്ലേ? മരിക്കാറാവുമ്പോഴും സംസം വെള്ളം വായിക്കാത്ത കൊണ്ട് കുത്തിക്കയറ്റി തരും. അങ്ങനെയെങ്കിലും കുടിച്ച് മരിക്കട്ടെ. സംസം വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് പോയി കിട്ടിയാൽ മതിയെന്നാ മക്കൾ ദ്വാരക്കുന്നത്. ഈ വാപ്പായി കളവനിട്ട് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഉടച്ചവനെ ഞാൻ കട തുറന്നിട്ട് എത്ര ദിവസമായി, കടയിൽ പോയിട്ട് എത്ര ദിവസമായി, ജോലിക്ക് പോയിട്ട് എത്ര ദിവസമായി, ഈ കളവനെ കൊണ്ട് ആശുപത്രി കിടന്ന് എത്ര ദിവസം കൊണ്ട് വളർത്താൻ പൈസയും പോകുന്നു. എന്നാൽ ജീവൻ തിരിച്ചു കിട്ടും, അതുമില്ല. ഇത് ചുമ്മാ വെറുതെ ഇങ്ങനെ ഈ കോഴിക്ക് വെള്ളം കൊടുക്കുന്ന പോലെ കൊടുത്ത് സംസം വെള്ളം കൊടുക്കുമ്പോൾ അതാ നീയത്ത് പെട്ടെന്ന് പോയി കിട്ടാൻ. ഇവ എന്നിട്ട് സംസം വെള്ളം കൊടുത്തിട്ട് പെണ്ണുമ്പിള്ള ഏൽപ്പിച്ചിട്ട് വെടിഞ്ഞ് നോക്കിക്കോ, ഞാൻ കട തുറന്നിട്ട് വരട്ടെ. പോയിട്ട് വരുമ്പോഴത്തേക്ക് കട തുറക്കാൻ ഷട്ടർ വെക്കുമ്പോഴത്തേക്ക് പെണ്ണുമ്പിള്ള ഫോൺ വരെ അത്ത മരിച്ചു പോയത്.
അപ്പോൾ ഇന്നാലില്ലാരും പറഞ്ഞിട്ട് പടച്ചേനെ ഞാൻ മനസ്സുകൊണ്ട് നിയത്ത് ചെയ്തതുപോലെ കൗലായി പോയല്ലോ. സംസം വെള്ളം കൊടുക്കുമ്പോൾ സൂക്ഷിച്ചോണം. സംസം വെള്ളം കൊടുക്കുമ്പോൾ ആ നിയത്താണ്. മാഉ സംസം ലിമാ ശുരിബ ലഹു. ഏത് നിയത്തോടു കൂടിയാണ് സംസം വെള്ളം കുടിക്കുന്ന ആ നിയത്ത് കബൂലാവും. അത് ഈമാനോട് കൂടിയുള്ള നിയത്താണെങ്കിൽ അത് കബൂലാവും. നമ്മളൊന്നും അത് ഈമാനോട് കുടിക്കാത്തത് കൊണ്ടാണ് നമുക്കതിൻ്റെ ഒരു മാധുര്യം കിട്ടാത്തത്. ഇവിടെ സംസം വെള്ളം കൊണ്ടുവച്ചാൽ ലേലം വിളിച്ചാൽ പോലും ഒരുത്തം മേടിക്കൂല. ബ്രിട്ടീഷുകാരൻ്റെ മിനറൽ വാട്ടർ ആണെങ്കിൽ പിന്നെയും വാങ്ങും. സംസം വെള്ളം കൊണ്ടുവന്ന് കൊടുത്താൽ ഒരുത്തനും വേണ്ട. അത് എൻ്റെ മഹത്വം ഇല്ല, അതാണ് എൻ്റെ മഹത്വം ഇല്ലാത്തതുകൊണ്ടാണ്. എന്താ സംസം വെള്ളം? ഒന്ന് സ്വർഗത്തിലെ വെള്ളം, അത് സ്വർഗത്തിൽ നിന്നാണ് അതിൻ്റെ ഉറവ. രണ്ട് നബിതങ്ങൾ കുടിച്ചതിൻ്റെ ബാക്കിയുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചിട്ട് സംസം വെള്ളം കിണറിലേക്ക് ഒഴിച്ചു, ബാക്കി വെള്ളമാണ്. മൂന്നാമത് സംസം ആര് കുടിക്കുന്നു, ഏത് നിയത്തോടുകൂടി കുടിക്കുന്നു, അവന്റെ ആ ഉദ്ദേശം അള്ളാഹു നിറവേറ്റി തരുമെന്ന് നബിതങ്ങളുടെ വാക്കാണ്. ആര് കുടിക്കുന്നുവോ അവർക്ക് അള്ളാഹു തആല ശിഫാ നൽകുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ വാക്കാണ്. ഈ നിയത്തോടു കൂടി നമ്മൾ കുടിക്കണം. അത് കുടിക്കാത്തതിന്റെ പേര് സംസമിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സംസം വെള്ളത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ പവിത്രതയെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് എന്ത് രോഗം വന്നാലും നല്ല നിയത്തോടു കൂടി കുടിക്കുക ഇൻഷാ അല്ലാഹ്. ശരീരത്തിൽ വേദനയുള്ള ഭാഗത്ത് എടുത്തു വെച്ച് പുരട്ടി കൊടുക്കുക. കൊച്ചു കുട്ടികൾക്ക്, കുഞ്ഞു മക്കളില്ലേ, ആ കുഞ്ഞു മക്കൾക്ക് സംസം വെള്ളം നിങ്ങൾ ശൈശവത്തിലേ കൊടുക്കണം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വായിൽ ചെറിയ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ട് കൊടുക്കണം. 5 വയസ്സ് വരെ കുട്ടിക്ക് കൊടുക്കണം. ആ കുട്ടിയിൽ നിങ്ങൾ അറിയാത്ത രീതിയിലുള്ള മാറ്റം ഉണ്ടാകും. നോക്കിക്കോളി, ദീനിയായ വലിയ മാറ്റം ഉണ്ടാകും. 5 വയസ്സ് വരെ കുട്ടികളെ കൊടുക്കണം സംസം വെള്ളം. വാപ്പയും ഉമ്മയൊക്കെ നല്ലപോലെ അനുസരിക്കും. അതാണ് ഈ സംസമിൻ്റെ ഒരുപാട് മഹത്വങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ ഇലാ മുശാഹിൻ, വഴക്കടിച്ച് നടക്കുന്നവരെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സലാസത്തുൻ, 3 കൂട്ടർ, സലാസത്തുൻ 3 കൂട്ടർ, ആ മൂതു ലാ തുർഫഉ ലാ തുർഫഉ റൂസ് ലാ തുർഫഉ അഅമാലുഹും ഫൗഖ റൂസിഹിം ശിബ്റാ. അവരുടെ അമലുകൾ ഒരു ചാണ് പോലും തലയ്ക്ക് മീതെ ഉയരുകയില്ല. അവരുടെ അമലുകൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വാക്കാണ്. ലാ തുർഫഉ അഅമാലുഹും, അവരുടെ അമലുകൾ ഉയരുകയില്ല. ഫൗഖ റൂസിഹിം, അവരുടെ തലയ്ക്ക് മീതെ ശിബ്റൻ, ഒരു ചാണ് പോലും ഉയരുകയില്ല. ഒരു ചാൺ. അപ്പൊ നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ഹജ്ജ്, നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ തലയ്ക്ക് മീതെ ആകാശത്തിലേക്ക് ഉയരുകയില്ല. ആരാണ് ആ 3 കൂട്ടർ? ഒന്ന് റജുലുൻ അമ്മ ഖൗമാ വഹും ലഹു കാരിഹൂൻ. ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇമാമുകൾ, പക്ഷേ ആ ജനങ്ങൾക്ക് ആ ഇമാമിനെ ഇഷ്ടമില്ല. അങ്ങനെ ജനങ്ങളുടെ അനിഷ്ടത്തോടുകൂടി ഏതൊരു നേതൃസ്ഥാനത്തിൽ നിൽക്കുന്ന വ്യക്തിയാണോ, ആ വ്യക്തിയുടെ അമലുകൾ ആകാശത്തിലേക്ക് ഉയരുകയില്ല. ചില ഇമാമിങ്ങളെ ആളുകൾക്ക് ഇഷ്ടമല്ല, പിന്നെയും കടിച്ചു തൂങ്ങി കിടക്കും. ഏത് ഇമാമിങ്ങള് ദീനിന്റെ ഹക്ക് പറഞ്ഞതിന്റെ പേരിൽ ജനങ്ങൾ വെറുക്കും, ആ വ്യക്തിയല്ല, ആ വെറുപ്പല്ല. ഇപ്പോ ഒരു ഇമാമ് കള്ളിനെതിരെ സംസാരിച്ചു, കള്ളുടിയന്മാർക്ക് ഇഷ്ടപ്പെടില്ല. പലിശക്കെതിരെ സംസാരിച്ചു, പലിശക്കാർക്ക് ഇഷ്ടപ്പെടുകയില്ല. ലോട്ടറിക്കെതിരെ സംസാരിച്ചു, ലോട്ടറിക്കാർക്ക് ഇഷ്ടപ്പെടുകയില്ല. അവര് മുഴുവനും കമ്മിറ്റിക്കാരോട് പോയി പ്രസ് ചെയ്യുന്നു, ആ ഇമാമിനെ മാറ്റണം, ആ ഇമാമിനെ മാറ്റണം, ഞങ്ങൾ അയാളുടെ പിന്നിൽ നിസ്കരിക്കുകയില്ല. അതല്ല, ആ വെറുപ്പല്ല. ശറഅന് വിരുദ്ധമായി ഒരു ഇമാമിന്റെ പ്രഭാഷണവും പ്രവർത്തനവും നിങ്ങൾ കണ്ടാൽ ആ ഇമാമിന്റെ പിന്നിൽ നിങ്ങൾ നിസ്കരിക്കാനോ അല്ലെങ്കിൽ ആ ഇമാമിനെ വെറുക്കാനോ നിങ്ങൾക്ക് അനുവാദമുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. നമുക്ക് ഇഷ്ടമില്ല, കാരണം എന്താ? ശറഅന് വിരുദ്ധമായ പ്രവൃത്തി ഞാൻ കണ്ടു, അല്ലെങ്കിൽ അതിന് ഞാൻ സാക്ഷ്യമാണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ആ ഇമാം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, അല്ലെങ്കിൽ ആ നേതൃസ്ഥാനത്തിൽ നിന്ന് ആ വ്യക്തി മാറിപ്പോവുക. റജുലുൻ അമ്മ ഖൗമാ വഹും ലഹു കാരിഹൂൻ. ജനങ്ങൾ വെറുക്കുന്ന ഒരു വ്യക്തി നേതൃസ്ഥാനത്തിലേക്ക് വരിക പാടില്ല. രണ്ടാമത്, വൽമർഅതു ബാതത് വസൗജുഹാ അലൈഹാ സാഖിതുൻ. ഒരു ഭാര്യ, അവൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭർത്താവ് അവളോട് കോപിഷ്ഠനാണ്.
അവളുടെ നമസ്കാരവും ഇബാദത്തും ആകാശത്തിലേക്ക് ഉയരുകയില്ല. ചില ഭാര്യയും ഭർത്താക്കന്മാരും വഴക്കുണ്ടാകുമ്പോൾ പെണ്ണുങ്ങൾ ഓർക്കണം, രാത്രി മിണ്ടൂല ഇക്കായോട്, തിരിഞ്ഞൊരു കടത്തെ അങ്ങോട്ട് മാറിയൊരു കടത്തെ, ഇയാൾ ഇപ്പുറത്തോട്ട് മിണ്ടാണ്ട് മാറി കിടക്കും. ശരി, രാത്രി തൊണ്ട വെള്ളം കിട്ടാതെ ഉണങ്ങുന്നു, വെള്ളം ചോദിക്കാൻ വേണ്ടി ഖദീജ ഖദീജ എന്ന് വിളിച്ച വേണമെങ്കിൽ എടുത്തു കൂടി മനുഷ്യ ഇയാൾക്കിപ്പോൾ വെള്ളം എത്ര നാൾ ഇയാൾക്ക് വെള്ളം തന്നിട്ട് വല്ല ഫായതയുണ്ടോ? നടക്കുന്നു, ഓടിച്ചു പോയി. ഈ പെണ്ണിനെ എത്ര നിസ്കരിച്ചാലും അകത്തോട്ട് ആകാശത്തോട്ട് ഉയരൂല്ലേ? നമ്മൾ ഓർക്കണം, ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലൊക്കെ രാത്രിയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാൽ സലാം പറഞ്ഞ് സലാം കൊടുത്തേക്കണം. അല്ലെങ്കിൽ ഒക്കെ രാത്രി എങ്ങാനും മരിച്ചുപോയ നഊദുബില്ലാഹ് അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. ഇക്കാടെ പൊരുത്തമില്ലാതെ ഭാര്യ മരിച്ചു പോയാൽ അവൾ നരകത്തിലാണ്. നഊദുബില്ലാഹ്, അല്ലാഹു നമ്മുടെ ഭാര്യമാരെ കാത്തിരക്ഷിക്കട്ടെ. ഭർത്താവും ഭാര്യയും തമ്മിൽ ഏറ്റവും കൂടുതൽ പൊരുത്തം വാങ്ങേണ്ടത് ആരാ? ഭാര്യയാണ് പൊരുത്തം വാങ്ങേണ്ടത്, ഭർത്താവല്ല. കൂടുതൽ ഹക്ക് അവളാണ് നമ്മളോട് ഇങ്ങോട്ട് പൊരുത്തം ചോദിക്കേണ്ടത്, നമ്മളല്ല. അതാണ് ഇസ്ലാമിക നിയമം. ഇസ്ലാമിക നിയമം അങ്ങനെയാണ്. ഒരു ഭർത്താവ് മരിക്കുന്ന സമയത്ത് ഒരു ഭാര്യ മരിക്കും, ഭാര്യ ആ ഭർത്താവിൽ പൂർണ്ണ തൃപ്തയാണ്, ഭർത്താവിനും ആ ഭാര്യയോട് പൂർണ്ണ തൃപ്തിയാണെങ്കിൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്താകാൻ അടുത്ത് കിടക്കുന്ന സമയം ഖദീജ ബീവിയുടെ രോഗം മൂർച്ഛിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ അരികിലേക്ക് വിളിക്കുകയാണ്. ബീവി ഖദീജ റളിയല്ലാഹു അൻഹ 25 വർഷമായി അല്ലാഹുവിന്റെ റസൂലുമായി ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് ബീവി ഖദീജ. ആ ഖദീജ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. അവർക്കിടയിൽ ഒരു വിഷമമുണ്ടോ? അവർക്കിടയിൽ ഒരു വിഷമമില്ല, ഒരു ദേഷ്യമില്ല, ഒരു വിദ്വേഷമില്ല, ഒരു പ്രശ്നമില്ല, വഴക്കില്ല, ഒന്നുമില്ല. 25 വർഷം ഖദീജ റളിയല്ലാഹു തആലാനെ 40-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. 65-ാമത്തെ വയസ്സിൽ ഖദീജ ബീവി ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. ആ സമയത്ത് നബി തങ്ങളെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇസ്മഅ വസായ. നബിയേ, എന്റെ ഈ അവസാന നിമിഷത്തിൽ എനിക്ക് അങ്ങയോട് ചില വസിയത്തുകൾ ചെയ്യാനുണ്ട്. എന്റെ വസിയത്തുകളൊന്ന് കേൾക്കണേ നബിയേ. ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ചോദിക്കുകയാണ്, പറയൂ ഖദീജ, എന്താണ് നിന്റെ ആവശ്യം എന്തെന്ന് പറയൂ ഖദീജ. ഖദീജ റളിയല്ലാഹു തആല അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി ഖാസിറുൻ ഫീ ഹഖ്ഖിക യാ റസൂലല്ലാഹ് ഫഅഫുനി. നബിയേ, 25 വർഷ കാലയളവിൽ അങ്ങയോടൊപ്പം ദാമ്പത്യ ജീവിതം നയിച്ച ഞാൻ ഒരുപാട് ന്യൂനതകൾ അങ്ങേക്ക് വരുത്തി വെച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് കടന്നു വന്നപ്പോൾ അങ്ങയോടുള്ള അദബും മര്യാദയും പാലിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങയോടുള്ള കടമകൾ നിറവേറ്റാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇന്നി ഖാസിറുൻ ഫീ ഹഖിക, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയോടുള്ള കടമകളിൽ ഒരുപാട് അപാകതകൾ വരുത്തിയവളാണ് ഈ ഖദീജ. അതുകൊണ്ട് ഫഅഫുനി യാ റസൂലല്ലാഹ്, എനിക്ക് മാപ്പ് നൽകണേ നബിയേ, എനിക്ക് മാപ്പ് നൽകണേ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി പൊരുത്തം വാങ്ങാൻ. സഹോദരിമാരെ മനസ്സിലാക്കിക്കോ, ഇക്കമാരോടൊക്കെ പൊരുത്തം ചോദിച്ചു എപ്പോഴും അടിച്ചു പോകുന്നതെന്ന് അറിയില്ല സംഭവം. അള്ളാഹു പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ. പൊരുത്തം വാങ്ങണം. പെണ്ണാണ് കുറച്ച് താഴേണ്ടത്. അവൾ നമ്മളെ ചീത്ത വിളിച്ചാലും നമ്മൾ അവളെ ചീത്ത വിളിച്ചാലും താഴേണ്ടതാര പെണ്ണാണ്. അതാണ് ഹദീസ്. നബി തങ്ങൾ പറഞ്ഞത്, നിസാഉകും മിൻ അഹ്ലിൽ ജന്ന, നിങ്ങളിൽ സ്വർഗ്ഗ സ്ത്രീകൾ ആരെന്ന് പറയട്ടെയോ? അൽ വദൂദ്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണാണ്. എങ്ങനെയുള്ള സ്നേഹം? അല്ലത്തി ഇദാ ആദത്ത് ഔദിത്ത്, അവൾ ഭർത്താവിനെ വേദനിപ്പിച്ചാലും, ഒരുപക്ഷെ ഭർത്താവ് അവളെ വേദനിപ്പിച്ചാലും, അത്തത്ത് സൗജഹ, രണ്ടുപേരും പിണങ്ങിക്കഴിയുമ്പോൾ
പെണ്ണേ, നീ നിന്റെ ഭർത്താവിന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് ഹത്താ തലഅയദഹാ ഫീ കഫിഹി, അവളുടെ കൈ ഭർത്താവിന്റെ കൈകളുമായി ചേർത്ത് പിടിച്ച് ഫതഖൂലു, അവൾ പറയണം ലാ അദൂഖു ഗംലൻ ഹത്താ തർളാ, എന്റെ പൊന്നിക്ക, എന്നോട് മിണ്ടുന്നത് വരെ, എനിക്ക് പൊരുത്തം തരുന്നത് വരെ, എന്നോട് പൊറുക്കുന്നത് വരെ, എന്നെ തൃപ്തിപ്പെടുന്നത് വരെ ഞാൻ ഒരു തുള്ളി വെള്ളം കുടിക്കുകയില്ല, ഒരു പിടി ഭക്ഷണം കഴിക്കുകയില്ല എന്ന് പൊരുത്തം വാങ്ങുന്ന ഒരു ഭാര്യയുണ്ടെങ്കിൽ അവൾ സ്വർഗ സ്ത്രീയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭാര്യമാർ പൊരുത്തം വാങ്ങണം. ഭർത്താവിനോടാ പോയി പൊരുത്തം ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഭർത്താവ് നിന്നെ തെറി പറഞ്ഞു, അല്ലെങ്കിൽ ഭർത്താവ് നിന്നെ ആക്ഷേപിച്ചു, ഭർത്താവ് നിന്നെ അടിച്ചു, എന്നാലും നീ തിരിച്ചിങ്ങോട്ട് അടിച്ചു, അങ്ങനെ സംഭവിക്കാമല്ലോ. നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കുന്നുണ്ട്, നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ സംഭവം. ഇങ്ങോട്ട് അടി കിട്ടുന്ന നമ്മൾ പുറത്തുനിന്ന് പറയോ, പള്ളിയിലൊന്ന് പറയോ? സഹിക്ക വയ്യാതാവുമ്പോഴാണ്, വിറക് പടി കൊണ്ട് അടി കിട്ടുമ്പോഴാണ് പള്ളിയിലൊന്ന് കത്ത് കൊടുക്കുന്നത്, എനിക്ക് അവളെ ഒഴിവാക്കി തരണമെന്ന്. അതുവരെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ പോകും. സഹിക്കാൻ കഴിയില്ല അവർ. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ കാണും, അറിയാൻ പാടില്ല. എങ്ങനെ ആയാലും പൊരുത്തം വാങ്ങേണ്ടതാരാ? സഹോദരിയാണ്. പൊരുത്തം ചോദിക്കണം. കൈ എടുത്തിട്ട് കൈയോട് ചേർത്ത് പിടിക്കണക്ക, പൊരുത്തപ്പെടണേക്ക, മാപ്പാക്കണേക്ക, ഇനി മേലെ അങ്ങനെ ഞാൻ ഒന്നും പറയില്ലക്ക, എനിക്ക് പൊരുത്തം തരണേക്കാന്ന് പറഞ്ഞ് അവള് പറയണം വെള്ളം ഞാൻ കുടിക്കൂല, ഭക്ഷണം കഴിക്കൂല, ഞാൻ വെള്ളം കുടിക്കാൻ ഭക്ഷണം കഴിക്കാൻ ചെയ്യണമെങ്കിൽ ഇക്ക എനിക്ക് മാപ്പ് ചെയ്യണം എന്ന് പറയുന്ന ഒരു പെണ്ണ് സ്വർഗത്തിലാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഇവിടെ വല്ല ഉണ്ടെങ്കിൽ പോകുമ്പോ ഇക്കാടെ കൈക്ക് പിടിച്ചോണ്ട് വീട് വരെ പോയിക്കോ, അപ്പൊ റാഹത്താവും. അതെന്താണെന്നറിയാം, ഞാൻ വീഴാതിരിക്കാൻ പിടിച്ചത്, അല്ലാതെ പൊരുത്തം വാങ്ങാൻ പിടിച്ചതല്ല ഉസ്താദേ. അത് ഇവിടെ നടക്കും. ഇവിടെ കൈ കുണ്ടും കുഴിയൊക്കെ അല്ലേ, ചരക്കി പോകാതിരിക്കാൻ. വീണാൽ നമുക്കല്ല ഇടങ്ങേറ്, നാളെ പൊക്കി എടുത്തോണ്ട് പോകേണ്ട ആശുപത്രി. ഒന്നാമതേ പൈസ ഇല്ല, ഇനി അതിന്റെ ഡിസ്ക് വളഞ്ഞെന്നും പറഞ്ഞ് ഇനി അതിന് ആശുപത്രി കാശുണ്ടാക്കാൻ പോട്ടെ. അപ്പൊ ഒന്ന് പിടിക്കുമ്പോ ഒന്ന് മുറുക്കം പിടിച്ചോ, വഴുതി വീഴാതിരിക്കട്ടെ, ഒരു കൂലി കിട്ടും. അല്ലാതെ കണ്ടിപ്പോ അങ്ങനെ ഒരു ബർക്കത്തിന് വേണ്ടി പാപം പൊറുക്കപ്പെടാനും സ്നേഹം കൂടാനും കൈക്ക് പിടിച്ചോണ്ട് പോകുന്നത് നല്ലതാണെന്ന് നബി തങ്ങൾ പറഞ്ഞു. വാത് കഴിഞ്ഞ് പോകുമ്പോ നമ്മുടെ പെണ്ണുമ്പിള്ളെന്ന് പറഞ്ഞ് വേറെ ആരെയും കൈക്ക് കയറി പിടിക്കാൻ നിൽക്കേണ്ട. പിടിക്കുമ്പോൾ എന്തൊരു പരിവരപ്പ് വ്യത്യാസമുണ്ടല്ലോ. നമ്മുടെ പെണ്ണുമ്പിള്ള സ്പോഞ്ചാന്നല്ലത് വ്യത്യാസം, പെട്ടെന്ന് പിടിക്കാനും പറ്റുമല്ലോ. അല്ലാഹു റസൂൽ പറഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ പിടിച്ചാൽ അവരുടെ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ പാവങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം അവരുടെ പിടുത്തത്തിന്റെ സ്നേഹം അതാണ്. പക്ഷെ നമ്മൾ പിടിക്കുന്നില്ലല്ലോ, അല്ലേ? ശരി തന്നെ. ഭാര്യയും ഭർത്താവിൻ്റെ കയ്യിൽ ഒരു സിമ്മി കവറും കൊടുത്ത് ഒരു കയ്യിൽ കുഞ്ഞിനെയും കൊടുത്ത് എവിടെ ഇട്ടാ പിടിക്കുക? പിന്നെ പെണ്ണിൻ്റെ അവള് കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് സിമ്മി കവർ നോക്കി, ഇയാൾ പിറകിൽ മൊബൈലിൽ ചാറ്റിക്കൊണ്ട് ബസ് വരുന്നോ നോക്കിയിട്ട്, ബസ് ഇപ്പോൾ ഒരു എടി പെട്ടെന്ന് പാടി ബസ് വരുന്നത്. ഈ പഹയൻ ആ സിമ്മി കവർ പിടിച്ചൂടെ, ആ കീസ് എടുത്ത് ഇവന് പിടിച്ചൂടെ, അല്ല കുട്ടിയെങ്കിലും പിടിച്ചൂടെ? ചില പെണ്ണുങ്ങളൊക്കെ പോകുന്ന കാണാം, ഭയങ്കര രസമാണ്. പിന്നെ ഇതിനകത്ത് ഇടയ്ക്ക് എങ്ങനെ ഈ കൈ കയറി പിടിക്കുന്നത്? പിന്നെ പെടലിക്ക് പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഒരു പിടി പിടിക്കുന്നുണ്ട്, അതിനു വേണ്ടി പിടിക്കും. അതുകൊണ്ട് സ്നേഹത്തോടു കൂടി കൈകൾ പിടിച്ചാൽ പാവങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബിയുടെ റസൂലുള്ളാഹി. അപ്പൊ സഹോദരി, നീ അങ്ങോട്ട് പോയിട്ട് പൊരുത്തം വാങ്ങണം, നീയും പൊരുത്തം കൊടുക്കണം. ആയിഷ ഖദീജ റളിയല്ലാഹു തആല അന്ന പൊരുത്തം ചോദിക്കുകയാണ്. ഇന്നി ഖാസിറുൻ ഫീ ഹഖിക ഫഅഫ്നി യാ റസൂലല്ലാഹ്, പൊരുത്തം തരണേ നബിയേ. നബി തങ്ങൾക്ക് അത് കേട്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം 25 വർഷ കാലയളവിൽ ഒരു കുറവും നബി തങ്ങൾക്ക് ചെയ്തിട്ടില്ല ഖദീജ ബിബി. അതാ രസം, ഒരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിനോട് ആ ഖദീജ ബിവിയെ പൊരുത്തം ചോദിച്ചപ്പോൾ നബി തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉടനെ അള്ളാഹുവിന്റെ റസൂൽ എടുത്ത വായിൽ പറഞ്ഞു, ഹാശാ വകല്ലാ മാ റഅയ്തു മിൻക തഖ്സീറാ. ഖദീജ, നീ അങ്ങനെ പറയരുതേ, നിന്നിൽ നിന്ന് ഞാൻ ഇന്നേ വരെ ഒരു ന്യൂനതയും കണ്ടിട്ടില്ല.